പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് ഇന്നും അല്പസമയം ദൈവവചനം പഠിക്കാനായിട്ട് കൂടുവാൻ സ്വർഗീയ പിതാവ് കാണിക്കുന്ന കരുണയ്ക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ എല്ലാവരെയും അത്ഭുതകരമായിട്ട് സൂക്ഷിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവിന്റെ കൃപകളെ ഓർത്ത് തിരുനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കേൾവിക്ക് തീരെ സുഖമില്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ഇനി 1 മണിക്കൂർ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, മനഃപൂർവ്വമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നലെ ചിന്തിച്ച കാര്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ബൈബിൾ കാനോൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സ്റ്റാൻഡേർഡ് എന്നോ അളവുകോലെന്നോ ഒക്കെ നമുക്ക് അർത്ഥം കൊടുക്കാം. ഈ ബൈബിൾ കാനോൻ എന്ന് പറയുന്ന ഒരു വളരെ പ്രാധാന്യതയുള്ള ഒരു വിഷയം, ആ വിഷയത്തിനകത്ത് നമ്മളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ റിഫോമേഴ്സിന്റെ ഭാഗമായിട്ട് വന്ന കൂട്ടായ്മകളാണ് നമ്മുടെ എല്ലാം കൂട്ടായ്മകൾ. എന്നാൽ നമ്മൾ ബൈബിളിന് കൊടുക്കുന്ന പ്രാധാന്യത മറ്റ് നമ്മുടെ ഇടയിലുള്ള ക്രിസ്തീയ സഭകൾ, ഇപ്പം ഈ സഭ എന്ന വാക്ക് പറയുന്നത് കൊണ്ട് അതിന് പ്രത്യേക വിശുദ്ധിയൊന്നും ഇല്ല കേട്ടോ. അതൊരു കോമൺ വേർഡാണ് എക്ലീഷ്യ എന്ന വാക്ക്. അത് ദുഷ്പ്രവർത്തിക്കാരുടെ സംഘം എന്ന് വായിക്കുന്നിടത്തും സഭ എന്ന് തന്നെയാണ് എക്ലീഷ്യ എന്ന വാക്കാണ് കൊടുത്തേക്കുന്നത്. ദുഷ്പ്രവർത്തിക്കാരുടെ സംഘം, എൻ മനമേ അവരുടെ യോഗങ്ങളിൽ കൂടരുത് എന്ന് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ വായിക്കുന്ന വാക്യവും അവിടെയും സഭ എന്ന് തന്നെയാണ് കൊടുത്തത്. അതുകൊണ്ട് അവരെ നമുക്ക് സഭയെന്ന് അഡ്രസ് ചെയ്യുന്നതിന് പ്രത്യേകം പ്രശ്നമൊന്നും ഇല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഓർത്തഡോക്സ് കാത്തലിക് ചർച്ചുകൾ അവർക്ക് അവര് പഠിപ്പിക്കുന്ന കാനോന് നമ്മൾ ചരിത്രപരമായിട്ട് നോക്കിയാൽ 10 മിസ്കൺസെപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. 10 മിസ്കൺസെപ്ഷൻ. അതിനകത്ത് ഒരു കാര്യമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഓറൽ ട്രഡീഷൻ ആയിരുന്നു, എഴുതാൻ ആരും പറഞ്ഞില്ലായിരുന്നു എന്ന കാര്യം. അത് വിശദമായിട്ടൊന്നും പറയാൻ പറ്റിയില്ല. കാരണം ഒന്ന്, മീഡിയയിലൂടെയുള്ള ഈ പ്രസന്റേഷൻ ബുദ്ധിമുട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ യൂസ്ഡ് അല്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് എങ്കിലും നമ്മൾ ആ ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഒരു ക്വിക്ക് റിവ്യൂ നടത്തി നോക്കണം. എന്തുകൊണ്ടാണ് എഴുതിയത്, ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് എഴുതിയിരിക്കണം. അത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ച കാര്യമാണ്. അത്രയും കാര്യം നമ്മുടെ മനസ്സിലുണ്ടാണ്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് പോവുകയാണ്. വളരെ പ്രാധാന്യതയുള്ള മറ്റൊരു വിഷയം. ചോദ്യം ഇതാണ്: ഞാൻ ആദ്യം ഇംഗ്ലീഷിലൊന്ന് പറയാം, എന്നിട്ട് നിങ്ങൾക്കത് ഞാൻ മലയാളത്തിലൂടെ പറഞ്ഞുതരാം. The authors of our New Testament books did not know what they were writing scripture. പുതിയ നിയമത്തിന്റെ എഴുത്തുകാര് മത്തായിക്കും മർക്കോസിനും ലൂക്കോസിനും യോഹന്നാനും പൗലോസിനും പത്രോസിനും യാക്കോബിനും യൂദായിക്കും ഒക്കെ അവരെഴുതുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള സഭയ്ക്ക് പ്രയോജനപ്പെടേണ്ട തിരുവെഴുത്തായിരുന്നു എന്നവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. ചോദ്യം കിട്ടിയോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, മത്തായി അങ്ങ് ഒരു ദിവസം അങ്ങ് എഴുതിയ ഒരു സുവിശേഷം, അത്രേ ഉള്ളൂ. ലൂക്കോസ് ഒരു ലേഖനം എഴുതി, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് എഴുത്തുകാരൊരിക്കലും ഇത് സ്ക്രിപ്ചറാണ്, തിരുവെഴുത്താണ് എന്ന ബോധ്യം അവർക്കില്ലായിരുന്നു എന്നതാണ്. തിരുവെഴുത്താണെന്നുള്ള ബോധ്യം അവർക്കില്ലായിരുന്നു. മറ്റൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, സ്ക്രിപ്ചർ എഴുതിയപ്പോൾ തന്നെ, അതായത് മത്തായി എഴുതിയപ്പോൾ തന്നെ അത് തിരുവെഴുത്തായിരുന്നോ അതോ 4-ാം നൂറ്റാണ്ടിലെ പ്രസ്ബിറ്ററി കൂടി തീരുമാനിച്ചപ്പോ തിരുവെഴുത്തായതാണോ? ചോദ്യം കിട്ടിയോ? ഈ ചോദ്യം നമ്മൾ വളരെ ഫേസ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം അത്രയും ഫേസ് ചെയ്തതിലും ഈ ചോദ്യം നമ്മൾ വളരെ ഫേസ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചോളൂ, വളരെ ശ്രദ്ധയോടെ. നമുക്ക് എഴുത്തുകാര് അവരുടെ അതോറിറ്റിയെ പറ്റി അവെയർ ആയിരുന്നോ? ഇതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എഴുത്തുകാർ അവരുടെ അതോറിറ്റിയെ പറ്റി അവെയർ ആയിരുന്നോ?
എല്ലാ പുസ്തകത്തിൽ നിന്നും എനിക്കത് വിശദീകരിച്ച് തരാനായിട്ട് കഴിയത്തില്ല. എനിക്കൊരു സെക്കൻഡ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റിയിൽ നിന്നൊരു 4-5 ദൈവദാസന്മാരുടെ പേരും അവരുടെ ആ ഒരു കൊട്ടേഷനോട് എനിക്ക് 1 മണിക്കൂർ കൊണ്ട് നിങ്ങളോട് പറയണം. ഞാൻ അതുകൊണ്ട് അല്പം വേഗത്തിൽ പോവുകയാണ്. ഇന്നലെ ഞാൻ നിങ്ങളോട് വേദപുസ്തകം തുറക്കാനായിട്ട് അധികം ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇന്ന് എല്ലാവരും വേദപുസ്തകം തുറക്കണം, ബൈബിൾ എടുക്കണം, തുറക്കണം. ഫടാഫട്ടായിട്ട് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നോക്കി പോകണം. നല്ല നെറ്റ്വർക്ക് നല്ലപോലെ ഉള്ളവര് ഇടയ്ക്ക് എന്നെ കുറച്ച് വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കണം. അതുകൊണ്ട് വായിക്കുന്ന ആളുകൾ ഒന്ന് റെഡി ആയിട്ടിരിക്കണം. ഓക്കെ, അങ്ങനെങ്കിൽ നമുക്കൊരല്പം ലോജിക്കലായിട്ട് തന്നെ തുടങ്ങാം. മത്തായി സുവിശേഷം എഴുതുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ എഴുതുന്നു. പക്ഷെ മത്തായിക്ക് 27 പുസ്തകങ്ങളുടെ ഒരു ഫുൾ ഷേപ്പ് മാത്യുവിന് അറിയാൻ പാടില്ലായിരുന്നു. അത് ന്യായമായ കാര്യമാണ്. കാര്യം മാത്യു എഴുതിയപ്പോൾ അങ്ങനെ ഒന്നും മാത്യുവിനോട് പറഞ്ഞിരുന്നില്ല. 27 പുസ്തകങ്ങളുടെ ഒരു ഫുൾ ഷേപ്പ് മാത്യുവിന് അറിയാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് പൗലോസിനും അറിയാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയാണ് കൃത്യം, 27 പുസ്തകമാണ് കാനോൻ, അല്ലെങ്കിൽ ഇതാണ് സ്റ്റാൻഡേർഡ്, ഇതാണ് ദൈവസഭയ്ക്ക് നൽകുന്നതെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. എന്നാൽ നമ്മൾ ഈ എഴുത്തുകാരെ നോക്കുമ്പോൾ, ഇവരുടെ എഴുത്തുകളെ പരിശോധിക്കുമ്പോൾ, ആ എഴുത്തുകൾക്കകത്തെല്ലാം അപ്പോസ്തോലിക അധികാരങ്ങൾ കാണാം. ഞാൻ പറഞ്ഞ പദം പിടികിട്ടിയോ? ദ അപ്പോസ്തോലിക് അതോറിറ്റി ഈസ് മെൻഷൻഡ് ഇൻ ദയർ റൈറ്റിംഗ്സ്. എല്ലാ എഴുത്തുകളും നോക്കിയാൽ അതിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, എഴുത്തുകാര് എഴുതിയപ്പോൾ തന്നെ അവർക്ക് അറിയാമായിരുന്നു ഇതൊരാധികാരിക രേഖയാണ്. നമുക്കതിനെ അവരെഴുതിയപ്പോൾ, ഞാനിതിങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഈ ഓർത്തഡോക്സുകാരായ സഹോദരങ്ങളൊക്കെ പറയുന്നത് 4-ാം നൂറ്റാണ്ട് വരെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. 4-ാം നൂറ്റാണ്ടിൽ ഞങ്ങളുടെ തിരുമേനി പറഞ്ഞപ്പോഴാണ് ഇത് ഒതന്റിക്കേറ്റഡ് ആയത്, ഇത് അക്സെപ്റ്റഡ് ആയത്, ഇതിന് ആധികാരികത ഉണ്ടായത്, അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് ബുക്കായി മാറിയത് ഞങ്ങൾ ലിസ്റ്റ് ചെയ്തപ്പോഴാണ് എന്ന് ഒരു മിസ്കൺസെപ്ഷൻ, ഒരു കല്ല് വെച്ച നുണ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഒരു കല്ല് വെച്ച നുണ അവർ പറയും. നമുക്ക് അതിനെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെയെങ്കിൽ തിരുവെഴുത്തെന്ന് ഈ നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വന്നാൽ 2 വാക്യങ്ങൾ എന്നെ ഒന്ന് പെട്ടെന്ന് വായിച്ച് സഹായിക്കണം. ഒന്ന്, നിങ്ങൾ വായിച്ചില്ലെങ്കിലും തുറക്കണം. അങ്ങനെ തുറക്കുവാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കിട്ടൂല്ലോ. 1 തിമോത്തിയോസ് 5:18 ഒന്ന് നോക്കി. 1 തിമോത്തിയോസ് 5:18 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. എടുത്തോ. 1 തിമോത്തി 5:18 മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്നും തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. വാക്യം കണ്ടോ? വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിച്ച് കേൾപ്പിക്കാം, അത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. ഞാൻ NIV ആണ് വായിക്കുന്നത്. 5:18 ഫോർ ദ സ്ക്രിപ്ചർ സെയ്സ് do not muzzle the ox while it is trading out the grain, and the worker deserves his wages. വാക്യം കണ്ടോ? ഇനി എൻ്റെ ഒരു ചോദ്യം, ഇതിനകത്ത് 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്രിപ്ചർ സൈസ് എന്ന് പറഞ്ഞിട്ട്, ഒന്ന്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. 2ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, 2ാമത്തെ ഭാഗം വായിച്ചത്, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. ഈ വാക്യം നിങ്ങൾ മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ തിരുവെഴുത്ത് സ്ക്രിപ്ചറിൽ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞാണ് പറയുന്നത്. ഈ വാക്യം എവിടെ കണ്ടേക്കുന്നത്? നിങ്ങൾ ഉത്തരം പറയണ്ട, എങ്കിലും ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ മ്യൂട്ട് ഓൺ ആക്കാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നമുക്ക് ന്യായമായിട്ട് അറിയാം, ഈ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കൊട്ടരുത് എന്നുള്ളത് ഓൾഡ് ടെസ്റ്റ്മെന്റ് കോട്ടാണ്. അതിപ്പോ തൽക്കാലം അവിടെ നിൽക്കട്ടെ. 2ാം ഭാഗം, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നും തിരുവെടുത്ത് പറയുന്നുവല്ലോ എന്നാണ് പൗലോസ് എഴുതിയേക്കുന്നത്. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നും തിരുവെടുത്ത് പറയുന്നല്ലോ. ഈ വാക്യം ലൂക്കോസ് 10:7 ആണ്. ലൂക്ക് 10:7 ആണ്. ലൂക്ക് 10:7. ഇനി എന്നെ ഒന്ന് കേട്ടെ, എന്നെ ഒന്ന് നോക്കി. ഈ ലൂക്ക് 10:7 ലൂക്കോസ് എഴുതിയ കാര്യം തിമോത്തിയോസിനെ പൗലോസ് കോട്ട് ചെയ്തപ്പോ പറയുകയാണ്, തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, വേലക്കാരൻ
വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ, ലൂക്കോസിന്റെ സുവിശേഷം ഒതന്റിക്കേറ്റഡ് ആയത് 4-ാം നൂറ്റാണ്ടിലാണോ അതോ എഴുതിയപ്പോ തന്നെയാണോ? സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി, എഴുതിയപ്പോ തന്നെ. അതുകൊണ്ടല്ലേ ആ കാലഘട്ടത്തിൽ തന്നെ പൗലോസ് തീമോത്തിയോസിന് ലേഖനം എഴുതിയോ പറയാ, സ്ക്രിപ്ചർ സേസ്, തിരുവെഴുത്തിങ്ങനെ പറയുന്നു, തിരുവെഴുത്തിങ്ങനെ പറയുന്നു. ഒരു ഉദാഹരണം ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ. ഇനി 2 പത്രോസിലേക്ക് ഒന്ന് വന്നേ. 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം, 2 പത്രോസ് 3-ാമത്തെ അധ്യായം 15-16 വാക്യം, 15-16 വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 15 and 16, 2 Peter chapter 3. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും, പീറ്റർ പോളിനെ വിളിക്കുക കേട്ടോ, പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. നോക്കൂ, അങ്ങനെങ്കിൽ ഒരു ലേഖനമല്ല, പല ലേഖനങ്ങൾ പോൾ എഴുതിയിട്ടുണ്ടെന്ന് പീറ്ററിന്റെ ടെസ്റ്റിമോണിയാണ്. പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ കൊണ്ടും തീരുന്നില്ല, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. എന്നിട്ട് അറിവില്ലാത്തവരും അസ്ഥിരരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായിട്ട് കൂട്ടിക്കളയുന്നു. വാക്യം കണ്ടോ? അങ്ങനെങ്കിൽ പൗലോസിന്റെ എഴുത്തുകളെ പീറ്റർ വിളിച്ചേക്കുന്നത് തിരുവെഴുത്തുകൾ എന്നാണ്. തിരുവെഴുത്തുകൾ, വാക്ക് കണ്ട, സ്ക്രിപ്ചർ, തിരുവെഴുത്തുകൾ. ഇനി നമ്മള് ഇതിനകത്ത് യൂത്തിന്റെ ഇടയിലൊക്കെ വർക്കൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ അവർക്കൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ ഈ ഓർത്തഡോക്സുകാരൊക്കെ ആയിട്ട് സംസാരിക്കും, നമ്മളെപ്പോഴും സ്നേഹത്തോടെ വേണം എല്ലാവരോടും സംസാരിക്കാൻ കേട്ടോ. നമുക്ക് ആരോടും പിണക്കൊന്നുമില്ല. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും, നമ്മൾ ഓർത്തഡോക്സ് ഫെയ്ത്തിൽ നിന്ന് വന്നതോടെ യാക്കോബിന്റെ തക്സ സെന്റ് ജെയിംസ് ലിറ്റർജി എന്നൊരു പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ട്. പള്ളിയിൽ നിന്ന് വന്നവരല്ല, അതാ അച്ഛൻ വായിക്കുന്ന അവിടെ. സെന്റ് ജെയിംസ് ലിറ്റർജി അവരുടെ പ്രാർത്ഥനാക്രമം അത് തന്നെയാണ്. ഓർത്തഡോക്സുകാരുടെ പ്രാർത്ഥനാക്രമം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഈ അവര് പറയുന്നൊരു ന്യായമുണ്ട്, ഞാൻ വിഷയം മാറ്റി എന്ന് പറയാ. അവര് പറയുന്നൊരു ന്യായം, ഇത് ഈ പത്രോസിന്റെ ലേഖനത്തെക്കാൾ ആധികാരികമാണ് സെന്റ് ജെയിംസ് ലിറ്റർജി എന്നാണ് അവർ പറയുന്നത്. പത്രോസിന്റെ ഈ 2nd ലേഖനത്തെക്കാൾ ആധികാരികമാണ്. പല ന്യായങ്ങളുണ്ട്, നമുക്ക് പിന്നെ സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നമുക്ക് അവരോട് ഒരു ചോദ്യം ചോദിച്ചാൽ മതി. സെന്റ് ജെയിംസ് ലിറ്റർജിയുടെ ആധികാരികതയൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഒറ്റ ചോദ്യം ചോദിച്ചേക്കുക, ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ, 1, 2, 3 നൂറ്റാണ്ടിൽ ഏർലി ക്രിസ്ത്യാനിറ്റിയിൽ ഒരിടത്തെങ്കിലും സെന്റ് ജെയിംസ് ലിറ്റർജിയെ പറ്റി ഒരാധികാരിക റെഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കണം. ഒറ്റ ഒരെണ്ണം, സിംഗിൾ. ധൈര്യമായിട്ടാ ഞാൻ പറഞ്ഞു തരുന്നത്, ഒരെണ്ണം പോലും ഇല്ല കേട്ടോ, എങ്ങുമില്ല. ഇത് 4-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ 5-ാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകമാണത്. തെളിവ് സഹിതം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇത്ര ഓർത്തിരിക്കാമല്ലോ. സെന്റ് ജെയിംസ് ലിറ്റർജിയുടെ ആധികാരികത പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ചോദിച്ചോണം, അത് ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ആധികാരിക രേഖയിൽ നിന്ന് ഒറ്റ റെഫറൻസ്. അവരുടെ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ റെഫറൻസ് കാണും. ഞാൻ ഈയിടെ ഒരാളോട് സംസാരിച്ച പറഞ്ഞു, ഞങ്ങൾ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. അവരോട് നമ്മൾ എന്താ പറയുന്നേ? പിടികിട്ടിയോ? ഓക്കെ, അത്രയും കാര്യം. എന്നിട്ട് നോക്കിയേ, പൗലോസിന്റെ എഴുത്തിനെ പത്രോസ് തിരുവെഴുത്തുകൾ എന്നാണ് വിളിക്കുന്നത്, സ്ക്രിപ്ചർ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാം. ഏർലി ക്രിസ്ത്യാനിറ്റി, 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റി എഴുതിയപ്പോൾ തന്നെ അപ്പോസ്തലന്മാരുടെ എഴുത്തുകളെ തിരുവെഴുത്തുകളായിട്ട് അവര് മനസ്സിലാക്കിയിരുന്നു. ക്ലിയർ ആണോ? 2 വാക്യം, ഇന്റേണൽ എവിഡൻസ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് വന്നാൽ ഇനിയും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. ആ വാക്യങ്ങളോട് നമ്മൾ യാത്ര ചെയ്യുന്നത്, ആ വാക്യങ്ങളിൽ തന്നെ എഴുതിയ എഴുത്തുകാരുടെ അപ്പോസ്റ്റോലിക് അതോറിറ്റി നമുക്ക് കാണാം. അവരെഴുതുമ്പോൾ തന്നെ അവർ വളരെ ആധികാരികമായിട്ടാണ് എഴുതുന്നത്. അല്ലാതെ അവര് എന്തെങ്കിലും ഒരു കഥ എഴുതുന്ന പോലെയോ അങ്ങനെ എഴുതി 4-ാം നൂറ്റാണ്ടായപ്പോ അന്ന് ഇതിന് അതോറിറ്റി കൊടുത്ത് ഇതിന് അതോറിറ്റേറ്റീവ് ബുക്കാക്കി എന്നല്ല. എഴുതിയപ്പോൾ തന്നെ അവർക്കറിയാമായിരുന്നു, ദേ ആർ റൈറ്റിംഗ് സ്ക്രിപ്ചർ. നമുക്ക് പൗലോസിൽ തുടങ്ങാം. ആദ്യത്തെ ലേഖനം ഗലാത്യ ലേഖനമാണ്. ന്യൂ ടെസ്റ്റ്മെന്റിലെ ഫസ്റ്റ് എപ്പിസോഡ് ഗലാത്യ ലേഖനമാണ്. ലേറ്റ് 50s
40s എഴുതിയ ലേഖനമാണ്. AD 48, 49, 50 ആ കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമാണ് ഗലാത്യ ലേഖനം. ഗലാത്യ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് ഓടി വരാം. നമുക്ക് അപ്പോസ്തോലിക മാർക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും തുറക്കണം. 1-ാം അധ്യായം തുടങ്ങുകയാണ്. 1-ാം അധ്യായം 1-ാം വാക്യം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും എന്ന് പറഞ്ഞ് ആ ലേഖനം ആരംഭിക്കുകയാണ്. നിങ്ങൾ ആ വാക്യം ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കി. ആദ്യത്തെ ന്യൂ ടെസ്റ്റ്മെന്റ് ലെറ്റർ ആണ്. ഫസ്റ്റ് മാർക്ക് എഴുതുന്നതിന് മുമ്പ് ആദ്യത്തെ റൈറ്റർ ആ ഇൻസ്പയർഡ് പെന്ന്, ഞാൻ ആ പറയുന്ന പദമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഇൻസ്പയർഡ് പെന്ന് കൊണ്ട് എഴുതുകയാണ് ആദ്യത്തെ ലെറ്റർ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല. ആ വാചകത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പൗലോസിന്റെ അതോറിറ്റി കണ്ടോ? ആ ലെറ്ററിന്റെ അതോറിറ്റി കണ്ടോ? മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല. എന്നിട്ട് അതിന്റെ 1-ാം അധ്യായം 6 മുതൽ താഴോട്ട് വായിച്ചാൽ, പ്രത്യേകിച്ച് 8-ാം വാക്യം എത്ര ആധികാരികമായിട്ട് പൗലോസ് പറയുന്നത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇതെന്നാ മായാവി എഴുതുന്ന കഥയാ? ബാലരമയിലെ മായാവി കഥയാണോ ഇത്? ആ അതോറിറ്റി കണ്ടോ? ഞങ്ങൾ അറിയിച്ചതിന് വിരുദ്ധമായിട്ടുള്ള സുവിശേഷം പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇനി ഈ വാക്യം നമ്മൾ എടുക്കുമ്പോൾ മറ്റൊരു പ്രശ്നം അവരുന്നയിക്കുന്ന ഒരു പ്രശ്നം, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായ, അന്നേരം എഴുതിയ കാര്യമല്ല പറയുന്നത്, ഓറൽ ട്രഡീഷന്റെ കാര്യമാണ് പറയുന്നതെന്ന് പറയും. ഈ വാക്യം എടുത്തു കഴിയുമ്പോ കിട്ടിയോ? അങ്ങനെയെങ്കിൽ നമുക്ക് അതിന് ഉത്തരം കൊടുക്കേണ്ടത് എന്നതാ? പൗലോസ് തെസ്സലോനിക്കയെ പോയ ചരിത്രം അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹലോ അങ്ങനല്ലേ എഴുതി വെച്ചേക്കുന്നേ? അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംശയമില്ല. എഴുതിയപ്പോൾ തന്നെ ആധികാരികമായിരുന്നു എന്നാണ് ഈ വാക്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇനി 1-11-12 തന്നെ നോക്കിയാൽ മതി. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. വാക്യം കണ്ടോ? അങ്ങനെയെങ്കിൽ എത്ര ക്ലിയർ ആണെന്ന് നോക്കിയേ. പൗലോസ് ആത്മാവിൽ നിയോഗിതനായി തന്റെ ഇൻസ്പയർഡ് പെന്നുകൊണ്ട് ആദ്യത്തെ അധ്യായം എഴുതിയപ്പോൾ തന്നെ ആ ദൈവദാസൻ പറയുകയാണ്, ഇത് സ്ക്രിപ്ചറാണ്, ഇത് അതോറിറ്റേറ്റീവ് ആണ്, ഇതിനെ തിരുത്തുന്നവൻ ശപിക്കപ്പെട്ടവനാണ്, ഇത് മനുഷ്യന്റെ ഇടമുറിയാത്ത കൈവെപ്പിനാൽ ലഭിച്ച അധികാരമല്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതോറിറ്റി, നമുക്കതിനെ വേദപണ്ഡിതന്മാർ വിളിക്കുന്ന ഒരു പേരാണ് സെൽഫ് ഒതന്റിക്കേറ്റഡ് സ്ക്രിപ്ചർ. മറക്കരുത് ആ വാക്ക്, സെൽഫ് ഒതന്റിക്കേറ്റഡ് സ്ക്രിപ്ചർ. ഓർക്കൂല്ലോ എല്ലാവരും? സ്ക്രിപ്ചർ അതിൽ തന്നെ ആധികാരികമാണ് എന്നാണ് ആ വാക്യം പറയുന്നത്. അന്നേരം ഗലാത്യ ലേഖനം, ഞാൻ എന്റെ ഇടയ്ക്കത്തെ എല്ലാം കൊണ്ടുവരാം. ഇനി ഇത് ആദ്യത്തെ ലേഖനം. ഒടുവിലത്തെ പോളിന്റെ ലേഖനം ഏതായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ലാസ്റ്റ് എപ്പിസോഡ് സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 4 വന്നാൽ പൗലോസിന്റെ ആ വാക്കുകളുടെ ഗാംഭീര്യം കാണാം. 4-ാം അധ്യായം സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 4 ആദ്യ വാക്യം. ത്രിയേക ദൈവത്തിൽ 2 വ്യക്തികളെ പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാന് അവരെ ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്ക. വാക്യം കണ്ടോ? വചനം പ്രസംഗിക്ക. അങ്ങനെങ്കിൽ ആ പ്രയോഗം കണ്ടോ? കൽപ്പിക്കുന്നത്. ആദ്യത്തെ വാക്ക് പൗലോസോടെ പറയുകയാണ്, ഐ കമാൻഡ് യു. അത് റോമൻ സോൾജിയേഴ്സിനോട് മുകളിൽ നിന്നുള്ള ആ സീനിയർ ഓഫീസർ ഓരോ കാര്യം ചെയ്യാൻ കൽപ്പിക്കുന്ന സെയിം വേർഡാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്, കൽപ്പിക്കുന്നത്. 2-ാം വാക്യം വചനം പ്രസംഗിക്കുക. ഗ്രീക്കിൽ കൊടുത്തേക്കുന്നത് കെറൂസോ എന്നൊരു ഗ്രീക്ക് വേർഡാണ്. കെറൂസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസറിന്റെ ഹെറാൾഡ് ആയിട്ടുള്ള ഒരുവൻ രാജ്യത്തിന്റെ പ്രധാന കാര്യം ആളെ വിളിച്ചുകൂട്ടി അറിയിച്ച് തിരികെ വന്ന് സീസറിന് കണക്ക് കൊടുക്കേണ്ട കാര്യം പറയുന്ന ആ വ്യക്തിയെ കുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കെറൂസോ. നോക്കൂ, അങ്ങനെങ്കിൽ പൗലോസ് എത്ര ആധികാരികമായിട്ടാണ്. ഇനി നിങ്ങൾ ചിന്തിക്കണം,
മരിക്കുകയാണ്. ഈ അധ്യായം എഴുതി 1-2 ആഴ്ചയ്ക്ക് ശേഷം ആ ദൈവദാസൻ മരിക്കുകയാണ്. തന്റെ ആദ്യം ഗലാത്യ ലേഖനം എഴുതി തുടങ്ങിയ ഇൻസ്പയർഡ് പെന്നുകൊണ്ട് 2 തിമോത്തി 4:1 എഴുതി പറയുകയാണ്, ഐ കമാൻഡ് യു പ്രീച്ച് ദ വേർഡ്. ഇനി നിങ്ങൾ പറ, ഈ സ്ക്രിപ്ചർ അതിൽ തന്നെ സെൽഫ് ഒതന്റിക്കേറ്റഡ് ആണോ? അല്പം ലോജിക്ക് ചിന്തിക്കാം. അതോ ഞങ്ങളുടെ തിരുമേനി പറഞ്ഞത് കൊണ്ട് ഇത് ഒതന്റിക്കേറ്റഡ് ആയതാണോ? അതോറിറ്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ബുക്ക് ആയതാണോ? അതോ ലിസ്റ്റ് ഓഫ് അതോറിറ്റേറ്റീവ് ബുക്ക് ആണോ? ഞാൻ രണ്ടാമത് പറഞ്ഞതല്ലേ ശരി? ആട്ടെ, നമുക്ക് അങ്ങോട്ട് വരാം. അങ്ങനെയെങ്കിൽ ഞാനൊരു ഉദാഹരണം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഗലാത്യ ലേഖനത്തിനകത്തെ അതോറിറ്റേറ്റീവ് മാർക്ക് നിങ്ങൾ കണ്ടല്ലോ. ഈ വാക്കുകൾ ഓർത്തിരിക്കുക: അപ്പോസ്റ്റോലിക് അതോറിറ്റി, സെൽഫ് ഒതന്റിക്കേറ്റഡ്, അപ്പോസ്റ്റോലിക് അതോറിറ്റേറ്റീവ് മാർക്ക്, എല്ലാം ഈ വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ വാക്കുകളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായി. നമ്മൾ ഇതിനെ അങ്ങോട്ട് ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ ഈ തിരുവെഴുത്തിനോട് എന്തോ ഒരു സ്നേഹമായിരിക്കും എന്നറിയാവോ? സ്തോത്രം. ഇനി നമുക്ക് നോക്കാം. അവിടെ കൊണ്ടും തീരുന്നില്ല. 1 തെസ്സലോനിയനിലേക്ക് വന്നേ. ഫസ്റ്റ് തെസ്സലോനിയൻ 2:13. ഫസ്റ്റ് തെസ്സലോനിയൻസ് 2:13. അവിടെ എത്ര ആ പൗലോസിന്റെ എഴുത്തിനെ, പൗലോസ് എഴുത്തുകാരനായ പൗലോസിന് തന്റെ എഴുത്തിനെ പറ്റിയുള്ള ബോധ്യമാണ്. 2:13. ഫസ്റ്റ് തെസ്സലോനിയൻസ് 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ദൈവവചനമാണ് ഞങ്ങൾ പ്രസംഗിച്ചത്, നിങ്ങളത് കേട്ടു. എങ്ങനെ കേട്ടത്? മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വാക്യം കണ്ടോ? പൗലോസിന്റെ പ്രസംഗം, അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ പൗലോസ് അതിനെ ഒരു ദൈവാസം പറഞ്ഞൊരു വാചകമുണ്ട്. പൗലോസ് തന്റെ വാചകം ദൈവത്തിന്റെ വാചകവുമായിട്ട് അങ്ങ് മാറ്റുകയായിരുന്നു. തന്റെ വാചകം ദൈവത്തിന്റെ വാചകമായിട്ട് അങ്ങ് മാറ്റുകയായിരുന്നു. എനിക്ക് അതെല്ലാം പറഞ്ഞു തരാനായിട്ട് സമയമില്ല, ശ്രദ്ധിച്ചോളൂ. അങ്ങനെങ്കിൽ എഴുത്തുകാരനായ പൗലോസ് പറയുന്ന വാക്യം ഇതാണ്: ഞങ്ങൾ പ്രസംഗിച്ച വചനം. ഞങ്ങൾ പ്രസംഗിച്ച വചനം എന്ന് പറയുമ്പോഴേ ഈ യേശുവിന്റെ അമ്മയുടെ അല്ലെങ്കിൽ എന്താ പറയാ, യേശുവിന്റെ അമ്മ നിത്യകന്യകയായിരുന്നെന്നോ തിരുവത്താഴത്തിനകത്ത് മാംസരക്തങ്ങളാകുന്നെന്നോ ഒന്നും അല്ല പ്രസംഗിച്ചത് കേട്ടോ. അതൊന്നും അല്ല പ്രസംഗിച്ച എന്താണെന്ന് അറിയണമെങ്കിൽ ആക്സിലോട്ട് പോയച്ചാൽ മതി. അവർ പ്രസംഗിച്ചത് എന്താണെന്ന് അവിടെ അതിന്റെ പ്രധാന കാര്യം കിടപ്പുണ്ട്. അന്നേരം ചോദിക്കും, 3 വർഷം അവിടെ താമസിച്ച് അപ്പസ്തോലൻ പ്രസംഗിച്ചപ്പോ 3 വർഷവും പ്രസംഗിച്ചത് മുഴുവൻ എഴുതിയിട്ടുണ്ടായിരുന്നോ? ന്യായമായ ചോദ്യമല്ലേ? 3 വർഷം പ്രസംഗിച്ച് മുഴുവൻ എഴുതിയിട്ടുണ്ടായിരുന്നോ? നിങ്ങൾക്കറിയാവില്ല, നിങ്ങളുടെ ഭാഷ സർമനോർദ്ധമൗണ്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതുവരെ തീർന്നോ? അങ്ങനെങ്കിൽ പൗലോസ് ദൈവരാജ്യം പ്രസംഗിച്ച എത്ര വർഷം പ്രസംഗിക്കണം? എന്തോ ഒരു പൊട്ട ചോദ്യമാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ കിട്ടിയോ നിങ്ങളെ? എനിക്ക് മനസ്സിലാവുന്നല്ലേ? ചുമ്മാ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലയാട്ടണം, മനസ്സിലാവുന്നില്ലെങ്കിൽ ഇങ്ങനെ തലയാട്ടണം. ഇതെങ്ങനെ? ഇങ്ങനാണോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. കിട്ടിയോ? വാക്യം കിട്ടിയോ? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച വചനം കൈക്കൊണ്ട് ആ ആൾക്കാർക്ക് തന്നെ അറിയായിരുന്നു ദൈവവചനമാണ്. പക്ഷെ ഇന്നത്തെ അമ്മമാർക്ക് അറിയാൻ പാടില്ല. ഇത് തെസ്സലോനിക്കയിലെ ജാതികളായ അന്ധകാരത്തിൽ കിടന്ന ആ ജനത്തിന് പൗലോസ് ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞപ്പോൾ മനസ്സിലായി, ഇറ്റ് ഈസ് സ്ക്രിപ്ചർ, ദിസ് ഈസ് അതോറിറ്റേറ്റീവ് വേർഡ്സ്. പക്ഷെ അവർക്ക് മനസ്സിലായി, ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ചെയ്യാനായിട്ട് പറ്റും? 2 തെസ്സലോനിക്കയിലെ വാക്യം കണ്ടല്ലോ. അതുകൊണ്ട് ആ ദൈവവചനം എന്നുള്ളത് ലോഗോൺ തിയോൺ എന്നൊരു ഗ്രീക്ക് വേർഡാണ്. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോ, ലോഗോൺ തിയോൺ. ആ വാക്ക് ഈ ദൈവവചനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുന്നതൊക്കെ ആ വിഷയത്തിന്റെ ഒതന്റിസിറ്റി കാണിക്കുകയാണ്. ലോഗോൺ തിയോൺ, ദൈവത്തിന്റെ അരുളപ്പാടെന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പ്രോഫറ്റ്സ് പറയുന്ന സെയിം വേർഡ്, ലോഗോൺ തിയോൺ. മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും. അന്നേരം നോക്കി, ഗലാത്യ ലേഖനത്തിനകത്ത് അപ്പോസ്തോലിക അധികാരം, 2 തിമോത്തിക്കകത്ത് അപ്പോസ്തോലിക അധികാരം, ഇപ്പൊ വായിച്ച ഫസ്റ്റ് തെസ്സലോനിയൻസിനകത്ത് അപ്പോസ്തോലിക അധികാരം. അവിടെ കൊണ്ടൊന്നും കാര്യങ്ങൾ തീരുന്നില്ല. ഇനി 4:2 പൗലോസ് കൽപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വാക്കുണ്ടോ? അന്നേരം
വളരെ കുറച്ച് ദിവസങ്ങളെ പൗലോസ് അവിടെ ഉണ്ടായിരുന്നുള്ളെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അവിടുത്തെ കർത്താവിന്റെ ദാസന്മാരാണ് അവിടെ വേല ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെയാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് പൗലോസ് പറഞ്ഞേ, ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നുവെന്ന് നിങ്ങൾ അറിയുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അന്ന് കൊടുത്ത ആ പ്രധാന കൽപ്പനയുടെ വിവരണമാണ് 3 മുതൽ 8 വരെ വായിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന കൽപ്പനയായിരുന്നു പൗലോസ് അവരോട് പറഞ്ഞ് വിവരിച്ചത് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് തെസ്സലോനിയൻസ് എഴുതിയപ്പോ എഴുത്തുകാർക്ക് വളരെ ബോധ്യം ഉണ്ടായിരുന്നു. ഓറൽ ട്രഡീഷൻ തന്നെയാണ് എഴുതിയത്. ഞാൻ അവസാനത്തെ ക്ലാസ്സിൽ ദൈവം അനുവദിച്ചാൽ കൊണ്ടുവരാം. 2-ാം നൂറ്റാണ്ടിലെ സഭയിലെ ദൈവദാസന്മാരുടെ വാക്കുകൾ, സഭാപിതാക്കന്മാരുടെ വാക്കുകൾ എടുത്താൽ അവരെന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എഴുതിയത്. കിട്ടിയോ? ഞാൻ നിങ്ങളോട് പറയാം, ഈ തെസ്സലോനിക്കയിൽ ചെന്ന് ഇത് പറയുമ്പോൾ ഈ പറഞ്ഞത് തന്നെ എഴുതി കൊടുത്തില്ലെങ്കിൽ സാക്ഷികൾ ജീവനോടിരിക്കുകയാണ്, കേസ് വേറെയാകും. ശരിയാണോ ഞാൻ ഈ പറയുന്ന കാര്യം? 3-ാം നൂറ്റാണ്ടിൽ എഴുതുന്നതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, സാക്ഷികളും അവരുടെ കൂടെ ഉണ്ടായിരുന്ന അസോസിയേറ്റും ഒക്കെ മരിച്ചു പോയെന്ന് വെക്കാം. പക്ഷെ ഇത് അവിടെ പോയിട്ട് ചില നാളുകൾക്ക് ശേഷം തന്നെ എഴുതുകയാണ്. അന്നേരം പറയുന്ന കാര്യം എഴുതുന്ന കാര്യവും തമ്മിൽ ചേർന്ന് വന്നില്ലെങ്കിൽ ഐ വിറ്റ്നസസ് പിടിക്കുകയല്ലേ? സിമ്പിൾ ലോജിക് അല്ലേ അതൊക്കെ? ആർ യു ഫോളോയിങ് മീ? പ്രൈസ് ദി ലോർഡ്. നമ്മളോട് ഒരാൾ വന്ന് ഭയങ്കര പ്രസംഗമൊക്കെ നടത്തിയിട്ട് അടുത്ത ആഴ്ച ഒരു ബുക്കിലെറ്റ് നേരെ ഓപ്പോസിറ്റ് അടിച്ചിറക്കിയാൽ നമ്മൾ എന്നാ പറയും? അതുകൊണ്ട് എഴുതിയതും പറഞ്ഞതും ഒന്നാണ്. അത് സിമ്പിൾ ലോജിക്ക് തന്നെയാണ്. നമുക്കത് കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ ഞാൻ അതിന്റെ തെളിവുകൾ പിന്നാലെ തരാം. ആട്ടെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളൂ. എഴുതിയപ്പോ തന്നെ എഴുത്തുകാരന് തന്റെ അധികാരത്തെ പറ്റി ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൽപ്പിക്കുന്നത്, അതുകൊണ്ടാണ് ആജ്ഞാപിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ കൈക്കൊണ്ട ദൈവവചനം. അവിടെ ഒരു പ്രയോഗമുണ്ട്, സാക്ഷാലാകുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം ദൈവവചനം പറയുന്നോ അത് സാക്ഷാലാകുന്ന പോലെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ? ഇനിയും അതിമനോഹരമായ ഒരു വാക്യം, 1 Corinthians 14. എല്ലാ വാക്യവും ഹൈലൈറ്റ് ചെയ്യണം, ഇത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യണം. ഫസ്റ്റ് തെസ്സലോനിയൻസ് chapter 14 verse 37 and 38. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഞാൻ തന്നെ ഇങ്ങനെ കഷ്ടപ്പെടാതെ ആരെങ്കിലും ഒക്കെ ഒന്ന് വായിക്കാമോ? ഇംഗ്ലീഷോ മലയാളം ഒക്കെ വായിച്ചോളൂ. If anyone thinks he is a prophet or spiritually gifted, let him acknowledge that what I am writing to you is the Lord's command. If he ignores this, he himself will be ignored. നിങ്ങൾ ആ വാക്യം കണ്ടോ? ഈ ചില വാക്യമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒരു ഇച്ചിരി സ്ട്രെസ് ചെയ്തൊന്ന് വായിച്ചു നോക്കി, ഇച്ചിരി ആരോഗ്യത്തോടൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഞാനത് വായിച്ചേപ്പിക്കാം. താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുവന് തോന്നുന്നെങ്കിൽ ഞങ്ങൾ എഴുതുന്നത് ദൈവത്തിന്റെ വചനമാണെന്ന്, കൽപ്പനയാണെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. എങ്ങനെയുണ്ട് ടോണ്? അങ്ങനെ നോക്കണം. അറിഞ്ഞുകൊള്ളട്ടെ. എന്നിട്ട് അടുത്ത ഭാഗം, ഒരുത്തൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. അതൊരു കേഴ്സ് ആണല്ലേ? അത് നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ ഒരു ഇൻസ്ക്രിപ്ഷണൽ കേഴ്സ് ആണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാര് പറയുന്ന പോലെ പറഞ്ഞേക്കാം, അവൻ മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകാതിരിക്കട്ടെ എന്ന് പറയലേ. എന്നെ ടെർമിനോളജിയാ പോൾ ഉപയോഗിച്ചേക്കുന്നത് നോക്കിയേ. ഞങ്ങൾ എഴുതുന്നതെന്ന് പറയുമ്പം പോൾ എഴുതിയപ്പോ തന്നെ സഹായിച്ച ഒത്തിരി ആൾക്കാരെ പറ്റി ഈ എഴുത്തിനകത്തുണ്ട്. പൗലോസിനെ എഴുത്തിൽ സഹായിച്ച വളരെയധികം ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഫിലോമോന്റെ ലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നത്, ഇത് ഞാൻ എന്റെ സ്വന്തം കൈയാൽ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഹെർമനോട്ടിക്സ് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന ആളെ കൊണ്ട് എഴുതിക്കുകയാണ്. എന്നാൽ ആ ഭാഗം വന്നപ്പോ പൗലോസ് പറഞ്ഞു, പേന ഇങ്ങോട്ട് ഞാൻ എഴുതാന്ന് പറഞ്ഞു. പിടികിട്ടിയോ? അങ്ങനെ ഒന്ന് ലൈവായിട്ടൊന്ന് വായിച്ചു നോക്കിയ വേദപുസ്തകം. ഇവിടെ പൗലോസ് പറയാ, ഒരുവൻ പ്രവാചകനെന്നോ ഒരുവൻ ആത്മീയനെന്നോ തോന്നുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നത്, എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പനയെന്നവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെങ്കിൽ അവൻ അത് റെക്കഗ്നൈസ് ചെയ്യാതെ നാശത്തിലേക്കാകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. സെൽഫ് ഒതന്റിക്കേറ്റഡ് സ്ക്രിപ്ചർ. അപ്പോസ്തലിക് മാർക്ക് കണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ അകത്തൊരു ആവേശം ഉണ്ടാകണ്ടയോ?
പ്രൈസ് ലോഡ്. ഒരു പ്രൈസ് ലോഡൊക്കെ ഇരുന്നോണ്ടെന്ന് പറഞ്ഞേ, കുഴപ്പമൊന്നും ഇല്ലെന്നേ. ബൈബിൾ കാന പഠിപ്പിക്കുമ്പോൾ ഒരു പ്രൈസ് ലോഡ് പറയുന്നത് എന്റെ കുഴപ്പം. ആട്ടെ ആട്ടെ ആട്ടെ, സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇനി ഈ ഫസ്റ്റ് കൊരിന്ത്യൻസിനകത്ത് ഒത്തിരി മനോഹരമായ വാക്യങ്ങളുണ്ട്. 7-ാം അധ്യായം 10-ഉം 12-ഉം ഒക്കെ വായിച്ച പൗലോസ് പറയുന്നുണ്ട്, അവരോട് ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. അവരോട് ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു. തൊട്ട് താഴെ വായിക്കാം, അവരോട് കർത്താവ് കൽപ്പിക്കുന്നില്ല, ഞാൻ തന്നെ കൽപ്പിക്കുന്നു. എങ്ങനെയുണ്ട് വാക്യം? എന്ന് പറഞ്ഞാൽ ആ അപ്പോസ്തോലിക അധികാരത്തിൽ പൗലോസ് നിൽക്കുമ്പോൾ കർത്താവ് കൽപ്പിക്കുന്നത് പറയുന്നതും താൻ കൽപ്പിക്കുന്നു എന്ന് പറയുന്നതും ഈക്വൽ വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു ദൈവദാസൻ പറഞ്ഞത്, ഞാനത് ആ കൊട്ടേഷനൊക്കെ കൊണ്ടുവരാം, പുത്രൻ പിതാവിൽ നിന്ന് വന്നു, അപ്പോസ്തലന്മാർ ക്രിസ്തുവിൽ നിന്ന് വന്നു. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, അപ്പോസ്തലന്മാർ ക്രിസ്തുവിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ആ സന്ദേശം ക്രിസ്തുവിൽ നിന്ന് വന്നു. നമുക്ക് അങ്ങനെങ്കിൽ ഇങ്ങനെ പറയാം, ഈ വേദപുസ്തകം നമുക്ക് നൽകിയത്, കാനോൻ നമുക്ക് നൽകിയത് ത്രിയേക ദൈവമാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഞാൻ അതൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് കാര്യം വിവരിച്ചു തരാം. ഇത്രയും പോരെ. കർത്താവ് നിങ്ങളോട് കൽപ്പിക്കുന്നു. അടുത്ത വാക്യത്തിൽ ഇപ്പോൾ പറയാ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോസ്റ്റോലിക് അതോറിറ്റി, അപ്പോസ്റ്റോലിക് അതോറിറ്റി. സ്തോത്രം. ഇനിയും ഈ വാക്യത്തിനകത്തൊക്കെ പൗലോസിന്റെ എഴുത്തിന്റെ ആധികാരികത കൃത്യമല്ലേ? അപ്പോസ്റ്റോലിക് അതോറിറ്റി കൃത്യമല്ലയോ? നിങ്ങൾ അല്പം യുക്തിപരമായിട്ട് ചിന്തിച്ചോളൂ, നോ പ്രോബ്ലം. ഇനി നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു, 2 തെസ്സലോനിക്കയിലേക്ക് ഒന്ന് വരാം. 2 തെസ്സലോനിക്കയിലേക്ക് ഒന്ന് വരാം. 2:15 ഞാനൊന്ന് വായിക്കാം, കേട്ടോളൂ. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. വാക്യം കണ്ടോ? പൗലോസ് പറയുക, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ. ഇംഗ്ലീഷിലെ പ്രമാണം എന്നുള്ളത് കൊടുത്തേക്കുന്ന ടീച്ചിങ് എന്നാണ്. ടീച്ചിങ്. ഗ്രീക്കിൽ ആ വാക്ക്, ഈ വാക്യം എടുത്തോണ്ട് നിങ്ങളുടെ അടുത്ത ആൾക്കാർ വരും. ഗ്രീക്കിൽ ആ വേർഡ് കൊടുത്തേക്കുന്ന പാരഡോസിസ് എന്നൊരു വാക്കാണ്. പാരഡോസിസ്. പാരഡോസിസിനെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ട്രഡീഷൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ പാരമ്പര്യം എന്ന വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെങ്കിൽ ഈ വാക്യം വാക്കിനാലോ ലേഖനത്താലോ ഞങ്ങൾ ഉപദേശിച്ചു തന്ന പാരമ്പര്യങ്ങളെ മുറുകെ പിടിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് ഈ സകലമാന പാരമ്പര്യമായിട്ട് ആൾക്കാർ വരും. എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പാരമ്പര്യം. അങ്ങനെയാണെങ്കിൽ പാരമ്പര്യത്തെ, അവിടെ ആ പാരഡോസിസ് എന്ന വാക്ക് അല്ലെങ്കിൽ പാരമ്പര്യം എന്ന വാക്കിനെ, അല്ലെങ്കിൽ എന്താണ് ക്രിസ്തീയ പാരമ്പര്യം എന്നതിന് ഞാൻ ഐറനേയസ് പറഞ്ഞ ഒരു കൊട്ടേഷൻ പറയാം. ഐറനേയസ് പറഞ്ഞൊരു കൊട്ടേഷൻ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്ക് രണ്ടുകൂടെ ഒരുമിച്ച് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ മലയാളത്തിൽ ആ കൊട്ടേഷൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ട്രഡീഷൻ? ഇത് നമ്മുടെ വിഷയത്തിൽ നിന്ന് ഞാൻ അല്പം ഫോർവേഡ് പോയാണ് പറയുന്നത്. പക്ഷെ ഇവിടെയും ആ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ എന്ന് പോൾ പറയുന്നിടത്ത് തന്റെ അതോറിറ്റി കാണാം. കണ്ടോ? തന്റെ അതോറിറ്റി കാണാം, അപ്പോസ്റ്റോലിക് അതോറിറ്റി കാണാം. ഇവിടെ ഈ പാരഡോക്സിസ് അല്ലെങ്കിൽ ആ പാരമ്പര്യം, ക്രിസ്തീയ പാരമ്പര്യം എന്താണെന്നുള്ളത് ഐറനേയസ് പറയുന്ന ഒരു കൊട്ടേഷൻ ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഐറനേയസ് എന്ന് പറഞ്ഞാൽ AD 2-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലായിട്ട് ജീവിച്ചിരുന്ന ഭക്തനായ ഒരു ദേവദാസനായിരുന്നു. ഹി വാസ് എ ഗ്രേറ്റ് സ്കോളർ ആൻഡ് തിയോളജിയൻ ആൻഡ് വളരെ ലാറ്റിനൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു ഐറനേയസ്. എന്ന് പറഞ്ഞാൽ അതിന്റെ വളരെ ഒതന്റിക് ആയിട്ട് ആ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞ സെന്റൻസ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ രക്ഷയുടെ പദ്ധതി മറ്റാരിൽ നിന്നും നാം പഠിച്ചിട്ടില്ല. സുവിശേഷം നമ്മിൽ നിന്ന് വന്നവരിൽ നിന്നല്ലാതെ അവർ ഒരു കാലത്ത് അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും പിന്നീടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം ഉണ്ടാകുവാൻ തിരുവെഴുത്തുകളിൽ കൈമാറുകയും ചെയ്തു. വാക്യം ആ സെന്റൻസ് കണ്ടോ? ഒന്നുകൂടെ ഞാൻ എന്റെ പ്രശസ്ത ഭാഗം വായിച്ചേൽപ്പിക്കാം. ഒരു കാലത്ത് അവർ അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും പിന്നീടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനവും തൂണുമാകുവാൻ തിരുവെഴുത്തുകളിൽ കൈമാറുകയും ചെയ്തു. എഴുത്തുകളിൽ കൈമാറുകയും ചെയ്തു. എന്താ ഐറനേയസ് പറഞ്ഞത്?
ആദ്യം അവർ ഓറലി പ്രൊക്ലൈംഡ്, രണ്ടാമത് അത് എഴുതി നമുക്ക് നൽകി എന്നാണ് ആ ദൈവദാസൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് വായിക്കണോ? ബുദ്ധിമുട്ടായിരിക്കും മലയാളത്തിൽ പറഞ്ഞ ചിലർക്ക്. ഒക്കെ ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിപ്പിക്കാം. ഒരു മിനിറ്റ് കേട്ടോളൂ വായിക്കാം. We have learned from none others the plan of our salvation than from those through whom the gospel has come down to us, which they did at one time proclaim in public, and at a later period by the will of God handed down to us in the scriptures to be the ground and pillar of our truth. അയർനേസ് പറഞ്ഞ കാര്യമാണ് ഇത്. 10ാം ക്ലാസ്സിലെ സൺഡേ സ്കൂൾ പുസ്തകത്തിനകത്തെ കോട്ടല്ല. അയർനേസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഉണ്ടായിരുന്നു, എഗെയിൻസ്റ്റ് ഹെറസീസ്, മലയാളം പാഷാണ്ഡതകൾക്കെതിരെ. ആ പുസ്തകത്തിനകത്തെ ബുക്ക് നമ്പർ 3 ചാപ്റ്റർ 1 പാരഗ്രാഫ് 1 അവിടെ കിടക്കുന്ന കൊട്ടേഷനാണിത്. ഇതിൽ കൂടുതൽ എങ്ങനെ, എഴുത്തുകാരൻ തന്നെ പറഞ്ഞേക്കുന്ന പുസ്തകത്തിൽ നിന്നാണ് കൊട്ടേഷൻ. കേട്ടല്ലോ? അതായത് ഞങ്ങൾ ഇന്നലെ വായിച്ച മാസികക്കകത്ത് ഇങ്ങനെ പറഞ്ഞേക്കുന്നെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. ഒരു പുസ്തകത്തിന്റെ പേര് പഠിക്കാം, എഗെയിൻസ്റ്റ് ഹെറസീസ്, റിട്ടൺ ബൈ ഐറനേസ്, 2nd century ഡോക്യുമെന്റ്. ഓർക്കാവല്ലോ? ബുക്ക് നമ്പർ 3 ചാപ്റ്റർ 1 പാരഗ്രാഫ് 1. അവരാദ്യം പ്രഖ്യാപിക്കുകയും പിന്നീട് പ്രഖ്യാപിച്ചത് തിരുവെഴുത്തുകളിൽ എഴുതി നൽകുകയും ചെയ്തു. ഞാൻ സമയമുണ്ടെങ്കിൽ, സമയം കിട്ടുകയില്ല, 3-4 പേരുടെ കാര്യം പറയാമായിരുന്നു, പക്ഷെ എനിക്ക് സമയം കിട്ടുകയില്ലെന്ന് എനിക്ക് 100% അറിയാം. ആട്ടെ, അങ്ങനെങ്കിൽ ഞാൻ ആ ട്രഡീഷന്റെ കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കണ്ടോ, 2:15 വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ. ഏതാ പ്രമാണം? ട്രഡീഷൻ. ഓറലി ട്രാൻസ്മിറ്റ് ചെയ്തത്, പിന്നീട് റിട്ടേൺ രേഖയാക്കി തന്ന തിരുവെഴുത്തിനെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. മുറുകെ പിടിച്ചുകൊള്ളുവീൻ. ക്ലിയർ? ഇനി 2 തെസ്സലോനിയൻസ് 2:6-14 നോക്കിയേ. 6-14 അപ്പോസ്തോലിക അധികാരം കാണാം. ഈ അങ്ങനെങ്കിലും നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കുന്നേ. 6:14 ഒന്ന് നോക്കിയേ. 3:6 സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട്, ഏതാ? ഈ ഓറൽ ആൻഡ് റിട്ടൺ ട്രഡീഷൻ വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏതൊരു സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഇതെല്ലാ കാലഘട്ടത്തിലും ഉള്ളതാ. കണ്ടോ? കമാൻഡിങ്. ഇനിയും ഇതെല്ലാം അപ്പോസ്തോലിക്ക ആ അധികാരമാണ്. ഇനി 3:13-14 3 verse 13 and 14 നോക്കിയേ. 2 Thessalonians 3:13 and 14. നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. എന്നിട്ട് ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പീൻ. കണ്ടോ? ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്കനുസരിക്കാത്ത സഹോദരൻ എന്ന് പറഞ്ഞാൽ അവനും ചർച്ചിലുള്ള ആളാണ്, ആ സഹോദരനെ വിട്ട്. ഇനി നിങ്ങൾ പറഞ്ഞോളൂ, സെൽഫ് ഒതന്റിക്കേറ്റഡ് അല്ലേ എഴുത്തുകൾ? കൃത്യമല്ലേ ആ ആജ്ഞ, കൽപ്പന? ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ഐറനേസ് പറഞ്ഞ കൊട്ടേഷൻ ഓർത്തോണം കേട്ടോ. സ്തോത്രം. ഇനി അവിടെ കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല, ഒരല്പം കൂടെ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോണം. ഇനി നമുക്ക് ഈ സുവിശേഷങ്ങളിലേക്കൊന്ന് വന്നാൽ സുവിശേഷത്തിനകത്ത് റൈറ്റിങ്ങിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാര്യം പൗലോസ് പറയുന്ന പോലെ നിലയിലുള്ള ഒരു ജനർ അല്ല സുവിശേഷത്തിന്റെ റൈറ്റിങ്. അതിനകത്ത് അതിന്റെ ആ ശൈലിക്കൊക്കെ, ആ രൂപം, ആ റൈറ്റിങ്ങിന്റെ തരത്തിനൊക്കെ ഒരല്പം വ്യത്യാസമുണ്ട് നമുക്കറിയാം. എങ്കിലും മർക്കോസ് 1 വരാം. ഇനി നമ്മൾ 4 സുവിശേഷങ്ങളെ നോക്കാൻ പോവാം. മർക്കോസ് 1 വന്നാൽ മർക്കോസ് തുടങ്ങുകയാണ്.
ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ബാക്കി എങ്ങനെയുണ്ട്? ആദ്യത്തെ എഴുത്താണ് ന്യൂ ടെസ്റ്റ്മെന്റിലെ ആദ്യം, മർക്കോസ് സുവിശേഷങ്ങളിലെ ആദ്യത്തെ എഴുത്താണ്. എഴുതി തുടങ്ങുക യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. അത് എഴുതി 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 14-ാം അധ്യായത്തിലേക്ക് വരിക. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സഹോദരി യേശുവിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് സ്വച്ഛജടമാംസി തൈലം ഒഴിക്കുന്നുണ്ട്. അവിടെ മർക്കോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാന്നറിയാമോ? ഈ സുവിശേഷം, അതായത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ആരംഭം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഈ സുവിശേഷം ലോകമെമ്പാടും ഘോഷിക്കപ്പെടുമ്പോൾ ഇവൾ ചെയ്തതും പറയും. ബാക്കി ഓർക്കുന്നുണ്ടോ? 14-ാം അധ്യായം, ഇവൾ ചെയ്തതും പറയും. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞ് മർക്കോസ് എഴുതിയപ്പോഴേ അറിയായിരുന്നു ലോകം മുഴുവൻ പറയേണ്ട സുവിശേഷമായി എഴുതുന്നതെന്ന്. റൈറ്റ്? സിമ്പിൾ അല്ലേ? അതോ 4-ാം നൂറ്റാണ്ടിലെ തിരുമേനി പറഞ്ഞപ്പോഴാണോ ഇത് ഒതന്റിക് ആയത്? അല്ലല്ലോ. ഇതൊക്കെ തല വണയം വെച്ചവരോട് എന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. ഈ അപ്പോളജറ്റിക് മേഖലയിൽ നിൽക്കുമ്പോഴേ നമ്മൾ അറിയാതെ നമ്മുടെ ലാംഗ്വേജ് ഒക്കെ അങ്ങ് ഹാർഡായി പോവും. എന്നെ ചെയ്യാന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എഴുതുക മർക്കോസ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എഴുതി എഴുതി 14-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ പറയുക ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ ഇത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രം തൽക്കാലത്തേക്ക് എഴുതി കൊടുത്താന്ന് പറഞ്ഞ ഫൂളിഷ്നെസ് അല്ലേ? ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടണം. ഇനി ഇതിന് തത്തുല്യമായ ഒരു വാചകം കൊലോസിലേഖനം 1-ാം അധ്യായം 5, 6, 7 വാക്യത്തിലുണ്ട്. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്നപോലെ നിങ്ങളുടെ അടുക്കലും എത്തി. വാക്യം. അങ്ങനെയെങ്കിൽ ഗോസ്പൽ ഈസ് യൂണിവേഴ്സൽ എന്ന് എഴുതിയ പോളിന് അറിയാമായിരുന്നു. എനിക്ക് അത്രയൊക്കെ ഇങ്ങനെ റാൻഡം റെഫറൻസ് തരാനേ പറ്റുള്ളൂ. എന്നാൽ എഴുത്തുകാർക്ക് സെൽഫ് ഒതന്റിക്കേറ്റഡ് ആണെന്നും ഇത് യൂണിവേഴ്സൽ ആണെന്നും ഇത് കാത്തലിക് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലെറ്റർ ആണെന്നും എല്ലാവർക്കും ഉള്ള സന്ദേശമാണെന്നും കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു മർക്കോസ്. ഇനിയും അപ്പോസ്തല പ്രവൃത്തി അങ്ങോട്ട് പോകണ്ട. 10-ാം അധ്യായത്തിന്റെ 34 മുതൽ ചാപ്റ്റർ 10 വേഴ്സ് 34 to 43 പത്രോസിന്റെ ഒരു പ്രസംഗമാണ്. നിങ്ങൾ പിന്നാലെ ഇത് വായിച്ചു നോക്കണം. പത്രോസിന്റെ ഒരു പ്രസംഗം. ആ പ്രസംഗ സത്യത്തിൽ ഏത് വിഷയമാണെന്നറിയാമോ? മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഔട്ട്ലൈൻ ആണ് ആ പ്രസംഗം മുഴുവൻ. ശ്രദ്ധിച്ചാൽ മതി. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഔട്ട്ലൈൻ ആണ് Peter's message in Acts chapter 10, 34 to 43. അത് രണ്ടോടും നിങ്ങൾ കമ്പയർ ചെയ്ത് വായിച്ചു കൊള്ളുക. അന്നേരം എത്ര ആധികാരികമായിട്ടാണ് ആ സന്ദേശങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇവിടെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാണ് മർക്കോസ് തുടങ്ങുന്നത്. ഇത് വാസ്തവത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോടൊന്ന് പറഞ്ഞാല്, ഈ മാർക്ക് 1:1 നിങ്ങൾ ഹോശയ 1:2 കണക്ട് ചെയ്ത് നോക്കണം. മാർക്ക് 1:1 ഹോശയ 1:2 കണക്ട് ചെയ്ത് നോക്കണം. ഹോശയ 1:2 ഇങ്ങനെയാണ് പറയുന്നത്: ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്സ് ഓഫ് ദ ലോർഡ്, ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്സ് ഓഫ് ദ ലോർഡ്. ആ ദൈവവചന ആ വാക്യം, ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്സ് ഓഫ് ദ ലോർഡ്, അതേ ടോൺ തന്നെയല്ലേ മാർക്കും പറയുന്നത്? യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. അതായത് ഹോശയ ദൈവത്തിന്റെ അരുളപ്പാട് എഴുതി തുടങ്ങുന്ന അതേ പെർസ്പെക്റ്റീവിൽ, അതേ ഇൻസ്പയർഡ് പെന്നിൽ മാർക്ക് എഴുതുകയാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ആർ യു ഫോളോയിങ് മീ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന എന്റെ ഒരു വിഷമമായിട്ട് നിങ്ങൾ അങ്ങ് കൂട്ടിയാൽ മതി. സ്തോത്രം. ആട്ടെ, നമുക്ക് സൗരങ്ങളിൽ ഇത് പഠിക്കണം. ഇതാ ഇനി നമ്മൾ ഈ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഈ കാലഘട്ടത്തിൽ കർത്താവ് പലരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് പഠിക്കണം. എന്നിട്ട് സ്ക്രിപ്ചർ ലോർഡ് സുപ്രീം ആൻഡ് ഹയർ അതോറിറ്റി. സ്ക്രിപ്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി വെക്കണം, ഗോ ബാക്ക് ടു സ്ക്രിപ്ചർ. മാർട്ടിൻ ലൂതറിന്റെ ഒരു ആപ്തവാക്യം എന്നറിയാമോ? ഗോ ബാക്ക് ടു സ്ക്രിപ്ചർ. നമുക്ക് തന്നെ പറയാമല്ലോ, ഗോ ബാക്ക് ടു സ്ക്രിപ്ചർ. ഞാൻ പറയുന്ന കുറച്ച് ടെർമിനോളജി ഒക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. സോ നമുക്ക് മർക്കോസിന്റെ എഴുത്തിന്റെ ആ റൈറ്റ് കണ്ടോ. ഇനിയും
ഈ മർക്കോസിന്റെ എഴുത്തിനെ പറ്റി 2-ാം നൂറ്റാണ്ടിലെ ദൈവദാസന്മാരെ പറഞ്ഞേക്കുന്ന പീറ്ററിന്റെ ഇന്റർപ്രട്ടർ ആയിരുന്നു മാർക്കെന്ന് കേട്ടോ. പീറ്ററിന്റെ ഇന്റർപ്രട്ടർ ആയിരുന്നു. കാരണം പീറ്ററിന്റെ പുവർ ഗ്രീക്ക് ആയിരുന്നു. പുവർ ഗ്രീക്ക്, കാരണം ഹി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഗാലിലി. പുവർ ഗ്രീക്ക് ആയിരുന്നു. പക്ഷെ മർക്കോസ് നല്ല എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് പുവർ ഗ്രീക്കിനെ ബെറ്റർ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്നാണ്. പാപ്പിയാസ് എന്ന് പറയുന്ന ഒരു 2-ാം നൂറ്റാണ്ടിൽ AD 125 ജീവിച്ചിരുന്ന നമ്മൾ ഗലാത്തിലെ കൊലോസ് ലേഖനത്തിനകത്ത് നിങ്ങൾക്കും ലവോദിക്കർക്കും ഹിറപ്പോലീസിലുമുള്ള ദൈവമക്കൾ എന്ന് പറഞ്ഞ് വായിക്കുന്നില്ല ഒരു വാക്യം. ഹിറപ്പോലീസിലെ ബിഷപ്പായിരുന്നു പാപ്പിയാസ് എന്ന് പറയുന്ന ആ ദൈവദാസൻ. ആ ദൈവദാസൻ ഈ സുവിശേഷത്തെ പറ്റി പറഞ്ഞതാണ്. പീറ്ററിന്റെ ആ ലോക്കൽ പുവർ ഗ്രീക്കിനെ ബെറ്റർ ഗ്രീക്കിൽ മാർക്ക് എഴുതിയതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. AD 125 ടെസ്റ്റിമോണിയാ കേട്ടോ. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം. അതുകൊണ്ട് ഒരു അസൈൻമെന്റ് തന്ന് നിങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന, ക്ലാസ്സിന് തന്നെ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു. അതുകൊണ്ട് അസൈൻമെന്റ് തരുന്നില്ല. ആട്ടെ, മർക്കോസിനകത്തെ ആദ്യം പറയുന്ന അപ്പോസ്തലൻ ആരാന്ന് അറിയാമോ? പീറ്ററിന്റെ കാര്യം ആദ്യം പറയുന്നേ. മർക്കോസ് എഴുതി നിർത്തുമ്പോൾ അവസാനം പറയുന്ന അപ്പോസ്തലന്റെ പേരെന്നാന്നറിയാമോ? പീറ്ററിന്റെ പേരാ പറയുന്നത്. അതുകൊണ്ട് വേദപണ്ഡിതന്മാരെ പറയുന്നത് ആ പേര് തന്നെ അങ്ങനെ പീറ്ററിൽ തുടങ്ങി പീറ്ററിൽ തീരുന്ന ലേഖനം. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം ആ പീറ്ററിന്റെ അപ്പോസ്റ്റോൽഷിപ്പിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നതെന്നാണ് 2-ാം നൂറ്റാണ്ടിലെ ദൈവദാസന്മാര് പറയുന്നത്. ക്ലിയർ? ആ അധികാരം, ആ അപ്പോസ്റ്റോലിക് മാർക്ക്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നത് 4-ാം നൂറ്റാണ്ടിന് മുമ്പ് സ്ക്രിപ്ചർ തന്നെയായിരുന്നു. എഴുതിയപ്പോ തന്നെ സ്ക്രിപ്ചർ ആയിരുന്നു. എഴുത്തുകാർക്ക് ബോധ്യം ഉണ്ടായിരുന്നു. വി ആർ റൈറ്റിംഗ് സ്ക്രിപ്ചേഴ്സ്. വെരി പ്ലെയിൻ ആണത്, വെരി പ്ലെയിൻ ആണ്. ഇനിയും നമുക്ക് യോഹന്നാനിലേക്ക് ഒന്ന് പോകാം. മർക്കോസിൽ നിന്ന് യോഹന്നാനിലേക്ക് ഒന്ന് പോകാം. ഒത്തിരി വാക്യങ്ങൾ വായിക്കണം, പക്ഷെ നമ്മുടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വാക്യം ഒന്നും തന്നെ വായിക്കുന്നില്ല. യോഹന്നാനിലേക്ക് നമ്മൾ പോയാൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ലേഖനം എഴുതിയത് ആരാണെന്ന്, ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് ആരാണെന്ന് അവസാന അധ്യായം 21-24 വായിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ശിഷ്യൻ ഇതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു. അവന്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. ടെസ്റ്റിമോണി കണ്ടോ? ഈ ശിഷ്യൻ ഇതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഇനി ഇത് സാക്ഷ്യം പറയണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ ജോൺ 15:26-27 നോക്കിയാൽ മതി. 15:26-27 യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, തന്റെ അവസാന ദിവസങ്ങളിൽ പറയുകയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. എന്നിട്ട് 27-ാം വാക്യം, നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയുവീൻ. ആദ്യം മുതൽ ഇരുന്നത് കൊണ്ട് എഴുത്തുകാരനായ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ എഴുത്തുകാരനായ ആ യോഹന്നാൻ തന്നെയാണ് എഴുതിയത്. ഞാൻ തെളിയിക്കാം. യോഹന്നാൻ സാക്ഷ്യം പറയുകയാണ്, ഈ ശിഷ്യൻ ഇതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഏത്? അന്ന് യേശു പറഞ്ഞായിരുന്നു, എന്നോടുകൂടെ ഇരുന്നവൻ ഇതിന് സാക്ഷികൾ, നിങ്ങൾ സാക്ഷ്യം പറയണം. അതിന് യോഹന്നാൻ തന്റെ കൂടെ ഇരുന്നത് കൊണ്ട് ഇതിന് സാക്ഷ്യം പറയുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആ സാക്ഷ്യത്തെ സർട്ടിഫൈ ചെയ്യുകയാണ്. ഈ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനിയും ഈ യോഹന്നാനാണ്. ഇതിനകത്ത് വേറൊരു കഥ എന്നാന്നറിയാമോ? യോഹന്നാൻ ഒന്നും എഴുതിയതല്ല, ഞങ്ങളുടെ തിരുമേനി പറഞ്ഞ് യോഹന്നാൻ എഴുതിയതാണ്. അതുകൊണ്ട് ഞങ്ങളും പറയുന്നു യോഹന്നാൻ എഴുതിയതാണ്. ഇതാ കഥ. എങ്ങനെയുണ്ട്? ഇനി യോഹന്നാൻ എഴുതിയതാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്നുള്ളത് ഞാൻ വളരെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞുതരാം. വളരെ ലോജിക്കായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. യോഹന്നാൻ എഴുതിയതാണോ? നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന ചോദിച്ചാൽ, ഐറനേസ്, നമ്മൾ മുമ്പേ പറഞ്ഞില്ല, മലയാളത്തില് നിങ്ങൾ വായിച്ചാൽ ഐറേനിയസ് എന്നാ വായിക്കുന്നത്. ഐറനേസ് പറഞ്ഞു, ഗോസ്പൽ ഓഫ് ജോൺ റിട്ടൺ ബൈ ജോൺ. അതായത് യോഹന്നാൻ മരിച്ചതിന് ഏകദേശം ഒരു 80-90 വർഷം കഴിഞ്ഞുള്ള ഡോക്യുമെന്റ് ആണ് ഗോസ്പൽ ഓഫ് ജോൺ റിട്ടൺ ബൈ ജോൺ. ഇപ്പൊ നമ്മുടെ പുസ്തകത്തിനകത്ത് യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന് പറഞ്ഞിട്ട് ആ എഴുത്തുകാരന്റെ അഡ്രസ് ഇല്ലാതെ താഴോട്ടാണ് വായിക്കുന്നത്.
ഇനി അങ്ങനെങ്കിൽ ഐറനേസ് പറഞ്ഞു യോഹന്നാൻ എഴുതി യോഹന്നാനാണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ഐറനേസ് പറഞ്ഞുകൊണ്ടാവുമോ? ആകുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ചിന്തിക്കണമെന്ന് അറിയാം. ഐറനേസിന് എവിടുന്ന് കിട്ടി ഈ കാര്യം? നമ്മൾ 2-ാം നൂറ്റാണ്ടിൽ ഏറെ ക്രിസ്ത്യാനിറ്റി വായിച്ചു നോക്കിയാൽ മതി. പോളികാർപ്പിന്റെ കൂടെ നടന്ന് വേല ചെയ്ത ആളാണ് ഐറനേസ്. അങ്ങനെങ്കിൽ പോളികാർപ്പ് ആരാണ്? പോളികാർപ്പ് യോഹന്നാന്റെ ശിഷ്യനാണെന്നാണ് ഇവരെല്ലാം പറയുന്നത്. ചരിത്രം അങ്ങനെ തന്നെയാ പറയുന്നത്. അങ്ങനെങ്കിൽ യോഹന്നാൻ നേരിട്ട് യോഹന്നാനെ അറിയാവുന്ന പോളികാർപ്പ് പറഞ്ഞു യോഹന്നാനാണ് എഴുതിയതെന്ന് ഐറനേസിന് പറഞ്ഞു കൊടുത്തപ്പോ ഐറനേസ് തന്റെ എഴുത്തിനകത്ത് എഴുതി വെച്ചു ജോൺ റിട്ടൺ ബൈ ജോൺ. വെരി ക്ലിയർ പാട്രിസ്റ്റിക് ടെസ്റ്റിമോണി. ആ 2-ാം നൂറ്റാണ്ടിലെ എഴുത്തുകാരുടെ വെരി ക്ലിയർ ടെസ്റ്റിമോണിയാണ് ഗോസ്പൽ ഓഫ് ജോൺ റിട്ടൺ ബൈ ജോൺ. എന്റെ പ്രിയപ്പെട്ട, ഇത് നിങ്ങൾക്ക് ചിലർക്ക് കേൾക്കുമ്പോൾ എന്റെ കർത്താവ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം പോലും ഇല്ലായിരുന്നല്ലോ, ഇത് യോഹന്നാൻ എഴുതിയാണോ? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചോദ്യം നാളെ നമ്മളോട് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അന്നേരം പറയണം യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നും പറഞ്ഞാണല്ലോ തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പക്ഷേ അവര് സമ്മതിച്ചെന്ന് വരികയില്ല. പക്ഷേ നമ്മൾ പറയണം ഐറനേസ് പറഞ്ഞു യോഹന്നാൻ എഴുതിയ. അന്നേരം ഐറനേസിന് എങ്ങനെ അറിയാം? പോളികാർപ്പിന്റെ ശിഷ്യനാണ് ഐറനേസ്. അന്നേരം പോളികാർപ്പ് പറഞ്ഞു യോഹന്നാൻ എഴുതിയ. പോളികാർപ്പിന് എങ്ങനെ അറിയാം? പോളികാർപ്പ് യോഹന്നാന്റെ കൂടെ നടന്നയാൾ. അന്നേരം പോളികാർപ്പിന് അറിയാൻ പറ്റില്ല. ഡയറക്റ്റ് ടെസ്റ്റിമോണി. ഒന്നിങ്ങനെ തലയാക്കി അതെല്ലാം ഒന്ന് ഗ്രഹിച്ചേ. ഇങ്ങനെയൊക്കെ ഒന്ന് വേദപുസ്തകത്തെ പഠിക്കുന്നത് നല്ലല്ലോ. ഈ നമ്മളീ കൊണ്ടു നടക്കുന്ന ഈ പണ്ടാരോട്ട് പറഞ്ഞ പോലെ ഈ ഗൾഫിക്കടെ ഈ ഒട്ടകത്തിന്റെ പുറത്ത് ഭയങ്കര വിലപിടിപ്പുള്ള സാധനമൊക്കെ ആയിട്ട് ഈ ഒട്ടകം ഒരു രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ സൗദിന്ന് യമനിലോട്ടൊക്കെ പോകുന്നത്. പക്ഷെ ഒട്ടകത്തിന് അറിയാൻ പറ്റില്ല ഇതിന്റെ പുറത്ത് കിടക്കുന്ന സാധനം എന്നാന്നുള്ള കാര്യം. ഇതുപോലെ നമ്മുടെ പല ആളുകളും ഞായറാഴ്ച രാവിലെ വേദപുസ്തകം എടുത്തുകൊണ്ട് വരുന്നത് പണ്ടൊരാൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകരുത്. വെരി ക്ലിയർ, വെരി ക്ലിയർ. യോഹന്നാന്റെ സുവിശേഷം ഈ ആദ്യം മുതൽ കൂടെ ഇരുന്ന ശിഷ്യൻ എന്നല്ലേ പറഞ്ഞു? ആദ്യം മുതൽ കൂടെ ഇരുന്ന ശിഷ്യൻ. ആദ്യം മുതൽ കൂടെ ഇരുന്നെന്ന് ചോദിച്ചാൽ മതി. 1-ാം അധ്യായത്തിൽ അന്ത്രയോസിന്റെ കൂടെ പോയൊരു ശിഷ്യനെ കാണാം. അത് യോഹന്നാൻ ആണ് എന്ന് നമുക്ക് ടെസ്റ്റിമോണിയിലൂടെ മനസ്സിലാകാം. അന്ത്യത്താഴത്തിൽ കൂടെ ഇരുന്ന ശിഷ്യനെ കാണാം. അത് യോഹന്നാൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒടുവിൽ പത്രോസ് തിരിഞ്ഞു നോക്കി ആ ശിഷ്യൻ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചത് യോഹന്നാനെ പറ്റിയാണെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് പറയാം. ആദ്യം മുതൽ കൂടെ ഇരുന്ന ശിഷ്യനായ യോഹന്നാനോട് യേശു പറഞ്ഞിരുന്നു, നിങ്ങൾ എന്റെ കൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയുവീൻ. ആ ശിഷ്യൻ താൻ കണ്ടതിനും കേട്ടതിനും സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതുന്നവനുമാകുന്നു. എന്നിട്ട് ഒരു പേര് ഇങ്ങോട്ട് പറച്ചേ യോഹന്നാന്റെ സുവിശേഷം 20 ചാപ്റ്റർ 20 വേഴ്സ് 20 and 21 30 and 31 വാക്യം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാരാൽ ചെയ്തുകൊണ്ട്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ. ഇറ്റ് ഈസ് റിട്ടൺ. വാക്കുണ്ടോ? ഇറ്റ് ഈസ് റിട്ടൺ. അത് പറയുമ്പോൾ ഇറ്റ് ഈസ് റിട്ടൺ, ഇത് എഴുതിയിരിക്കുന്നു എന്ന വാക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഒരു പ്രയോഗമാണ്. ഇറ്റ് ഈസ് റിട്ടൺ. അതായത് അവരാധികാരികമായിട്ട് പ്രവാചകന്മാരോ അന്നത്തെ എഴുത്തുകാരോ ഈ കാര്യങ്ങൾ എഴുതിയതിനു ശേഷം അവരെഴുതി വെക്കും ഇറ്റ് ഈസ് റിട്ടൺ. ആ സെയിം വേർഡ് ഇറ്റ് ഈസ് റിട്ടൺ എന്നുള്ള സെയിം വേർഡ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഞാൻ 2-3 റെഫറൻസ് പറയാം. നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്തോളൂ. ഡ്യൂട്രോണമി 28:58. ഡ്യൂട്രോണമി 28:58. ഞാനിത് പറയുമ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ഗ്രീക്കും ന്യൂ ടെസ്റ്റ്മെന്റിലെ യോഹന്നാൻ 20-ാം അധ്യായം 30-31 വാക്യത്തിൽ ഇറ്റ് ഈസ് റിട്ടൺ എന്നുള്ളതിന്റെ ഗ്രീക്കിൽ എഴുതിയേക്കുന്ന വാക്കോടെ ചേർത്താൽ സെയിം വേർഡാണ് എഴുതി വെച്ചേക്കുന്നത്. ഡ്യൂട്രോണമി 28:58. സെക്കൻഡ് ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 34:21, 34:21. യെരമ്യാവ് 25:13, 25:13. റെഫറൻസ് കിട്ടിയോ? ഡ്യൂട്രോണമി 28:58, 34:21. സെക്കൻഡ് ക്രോണിക്കിൾസ് 34:21, യെരമ്യ 25:13. ഇറ്റ് ഈസ് റിട്ടൺ. ഇറ്റ് ഈസ് റിട്ടൺ. ഇറ്റ് ഈസ് റിട്ടൺ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ യോഹന്നാൻ 20:31 വാക്യം വായിച്ചാൽ അതിനെ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കാം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും എന്ന് എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ എഴുത്തുകാരന്റെ ഇൻസ്പയർഡ് പെന്നുകൊണ്ട് എഴുതുകയാണ്. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. 4-ാം നൂറ്റാണ്ടിൽ തിരുമേനി പറഞ്ഞപ്പോഴാണോ നിത്യജീവൻ ഉണ്ടായി തുടങ്ങിയത്? നോ, നോ.
സെൽഫ് ഒതന്റിക്കേറ്റഡ് സ്ക്രിപ്ചർ. സെൽഫ് ഒതന്റിക്കേറ്റഡ് സ്ക്രിപ്ചർ. എല്ലാം സ്പീഡിൽ പറഞ്ഞു പോകാതെ പറയുന്നത്രയും കൃത്യമായിട്ട് പറയാം, അതല്ലേ നല്ലത്. എനിക്കിപ്പം ഔട്ട്ലൈൻ അങ്ങ് തീർത്തു പോകാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുകയില്ല. പറയുന്നത്രയും കൃത്യമായിട്ട് പറയാം. കാര്യം എനിക്ക് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് അത്രയും പറയാനായിട്ട് പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു അച്ചായൻ പറഞ്ഞായിരുന്നു ലൂക്കോസിനകത്തെ കാര്യം. ലൂക്കോസ് 1:1 അടുത്ത ഒരു മാർക്ക് കാണിച്ചു തരാം. ലൂക്കോസ് 1:1, ലൂക്ക് 1:1, ലൂക്ക് 1:1. ആരെങ്കിലും ഒന്ന് വായിക്കാമോ പ്ലീസ്? 1:1, ലൂക്ക് 1:1. ശ്രീമാനായ തിയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ മതി. നമ്മളിപ്പോ എഴുത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ എഴുതാനായത് പറഞ്ഞു, അന്ന് എഴുത്തെന്നുള്ളത് ഒരു സോഷ്യോ ഹിസ്റ്റോറിക്കൽ കൾച്ചർ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കേണ്ട കാര്യമില്ല. അന്ന് ഒത്തിരി ആളുകൾക്ക് എഡ്യൂക്കേഷൻ കുറവായിരുന്നു, ലിറ്ററസി ഇല്ലിറ്ററേറ്റ് ആയിരുന്നു ഒത്തിരി ആളുകൾ. അങ്ങനെയൊക്കെ ഒരു ചരിത്രമുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ അത് ആവശ്യമില്ല. പക്ഷെ ഈ ലൂക്കോസ് 1:2 പ്രയോഗം കൊണ്ടോ എഴുതാൻ പലരും തുനിഞ്ഞിരുന്നു എന്നൊരു വാക്യമുണ്ട്. ഒത്തിരി പേര് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് ഒരു ബുക്കിഷ് റിലീജിയൻ തന്നെ ആയിട്ടാണ് നമുക്ക് കേരളീ ക്രിസ്ത്യാനിറ്റി എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ ഞാൻ സന്ദർഭവശാൽ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതോടെ നിൽക്കട്ടെ. നമ്മൾ ഈ വായിച്ച വാക്യം കണ്ടോ? ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ. വാക്യം കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നിൽ തന്നെ എഴുത്തുകാരനായ ലൂക്കോസ് പറയുക, ഞാനൊരു കഥ എഴുതുകയല്ല, ആദ്യം മുതൽ കണ്ട സാക്ഷികൾ. യേശു യോഹന്നാനിൽ പറഞ്ഞ വാക്യം ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് ഇതിന് സാക്ഷ്യം പറവീൻ. ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ ഞങ്ങളെ ഭരമേൽപ്പിച്ച ഈ സുവിശേഷം. അതാണ് ഇതെന്നാ പറഞ്ഞേക്കുന്നത്. ആ വാക്യത്തിൽ നിന്ന് തന്നെ അതിന്റെ ഒതന്റിസിറ്റി കണ്ടോ? അതായത് ലൂക്കോസ് തന്റെ ഇഷ്ടത്തിന് എഴുതുകയല്ല, സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായ അപ്പോസ്തലന്മാർ ഞങ്ങളെ ഭരമേൽപ്പിച്ചതാണ് ഞാൻ ക്രമമായി എഴുതുന്നത്. എത്ര ക്ലിയർ ആയിട്ടാണ് ആ വാക്യം! ദ ഒതന്റിസിറ്റി ഓഫ് ഹിസ് റൈറ്റിംഗ്സ്. ഈ പ്രയോഗം അപ്പോസ്തല പ്രവൃത്തിയിൽ പലയിടത്തുണ്ട്. സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരും, ഇത് രണ്ടും ലൂക്കോസ് എഴുതിയതാണ്. അങ്ങനെയാണെങ്കിൽ ആ എഴുത്ത് കണ്ടോ? വചനത്തിന്റെ ഞാൻ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ ഞങ്ങളെ വരമേൽപ്പിച്ചത്. ഇനി ഞാന് ഈ ലൂക്കോസിനകത്ത് അവസാന അധ്യായത്തിനകത്ത് ഒരു വാക്കുണ്ട്, നിങ്ങൾ ലോകമെമ്പാടും മാനസാന്തരവും പാവമോചനവും യെരുശലേം മുതൽ ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കണമെന്ന് പറഞ്ഞാണ് ലൂക്കോസ് എഴുതി നിർത്തുന്നത്. അങ്ങനെയെങ്കിൽ ലൂക്കോസിന് എഴുതിയപ്പോൾ അറിയായിരുന്നു മാനസാന്തരവും പാവമോചനവും വിശ്വാസവും എല്ലാം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടേണ്ടതാണ് ഞാൻ എഴുതുന്നത് എന്ന് ലൂക്കോസിനും അറിയാമായിരുന്നു. സെൽഫ് ഒതന്റിക്കേറ്റഡ്. ഓതേഴ്സിന് അവരുടെ എഴുത്തിനെ പറ്റി കൃത്യം ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ 27 പുസ്തകത്തിന്റെ ഒരു ഫുൾ ഷേപ്പ് കാനോൻ അവർക്ക് ബോധ്യമില്ലായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ വളരെ കൃത്യമായ ബോധ്യം അവർക്ക് അവരുടെ എഴുത്തിന്റെ അതോറിറ്റിയെ പറ്റി ഉണ്ടായിരുന്നു എന്ന് ഈ വാക്യങ്ങളിലൂടെ വളരെ ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാം. ഇനിയും ഒരുപക്ഷെ നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്തൊരു കാര്യമായിരിക്കും. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിനകത്തൊരു വാക്യമുണ്ട്, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകി പോകരുത്. കഥാവുതാൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം തന്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞാണ് എഴുത്തുകാരൻ എഴുതുന്നത്. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. ഏതാ ഈ കേട്ടവർ? നിങ്ങൾ എന്നോടുകൂടെ ഇരിക്കൊണ്ട് ഞാൻ പറയുന്ന സാക്ഷ്യം നിങ്ങൾ കേട്ടതുകൊണ്ട് നിങ്ങൾ എനിക്ക് സാക്ഷിയാകണമെന്ന് പറഞ്ഞ കേട്ട അപ്പോസ്തലന്മാരുടെ സാക്ഷ്യമാണ് എഴുതുന്നത് എന്നാണ് എബ്രായ ലേഖകൻ 2:3 പറയുന്നത്. കേട്ടവർ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തെ പറ്റി പൗലോസ് അല്ല എഴുതിയതെന്ന് വേദപണ്ഡിതന്മാരിൽ എല്ലാവരും പറയുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്ന പൗലോസ് അല്ല എഴുതിയതെന്നാണ് പറയുന്നത്. അതെന്താണെന്നറിയാമോ? പൗലോസ് ആണെങ്കിൽ കേട്ടവര് ഞങ്ങൾക്ക് സാക്ഷി തന്നതെന്ന് പറയുകയല്ല,
പൗലോസാണെ പറഞ്ഞേനെ, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, ഞാൻ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ പ്രാപിച്ചതെന്ന് പറഞ്ഞാണ് തന്റെ ലേഖനത്തിന്റെ അതോറിറ്റി. എന്നാൽ എബ്രായ ലേഖനകാരൻ പറഞ്ഞേക്കാണ്, ഞാൻ അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ടതാണ്, റൈറ്റിംഗ് ഡൗൺ, ഹാൻഡഡ് ഡൗൺ എന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞ കൺഫ്യൂസ്ഡ് ആയോ? ഇല്ലല്ലോ. അയ്യോ, പൗലോസിന് എബ്രായ ലേഖനം എഴുതിയില്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. 3-ാം നൂറ്റാണ്ടിൽ ഒറിഗൻ എന്ന് പറഞ്ഞ ദേവദാസനോട് വെച്ച് എബ്രായ ലേഖനം ആരാ എഴുതി? അദ്ദേഹം പറഞ്ഞു, ഒറിഗൻ പറഞ്ഞൊരു വാചകം ഇതാണ്, ഒൺലി ഗോഡ് നോസ്. നമുക്കും പറയും ഒൺലി ഗോഡ് നോസ്. ഇനിയും കൂടുതൽ ദൈവവചനം പഠിക്കുന്ന നല്ല വിശുദ്ധന്മാരായ വളരെ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സിൽ ഇരുന്നോട്ടെ. അവര് പറയുന്നത് ഇതാണ്, ഈ എബ്രായ ലേഖനം വായിക്കുമ്പോൾ മുഴുവൻ പൗലോസിന്റെ ഒരു തിയോളജിയാ, ദൈവശാസ്ത്രമാ, പൗലോസിന്റെ ഒരു പ്രസംഗ ശൈലി ഒക്കെയാണ് അതിനകത്തെ വിഷയങ്ങൾ കാണുമ്പോൾ. എന്നാല് അതിന്റെ എഴുത്തിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ പൗലോസിന്റെ ലേഖനമായിട്ട് എഴുത്തിന് സാമ്യമില്ല, എന്നാൽ അതിനകത്തെ വിഷയത്തിന് സാമ്യമുണ്ട്. സബ്ജക്റ്റിന് വളരെ പൊളൈൻ തിയോളജി ആയിട്ട് ബന്ധമുണ്ട്, എന്നാൽ റൈറ്റിങ്ങിന്, എഴുത്തിന് പൗലോസിന്റെ എഴുത്തുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് വേദപണ്ഡിതന്മാർ പറയുന്നത് എന്നാണെന്നറിയാമോ? 13-ാം അധ്യായം എബ്രായ ലേഖനം 13-ന്റെ അവസാന ഭാഗങ്ങളിൽ കൺക്ലൂഡിംഗ് റിമാർക്കിൽ ഒരു വാക്യമുണ്ട്, ഈ പ്രബോധന വാക്യം എന്നൊരു വാക്യമുണ്ട്. ഈ പ്രബോധന വാക്യം, അതിനെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ വായിച്ചാൽ ദ പ്രീച്ചിങ് ഓഫ് ദ വേർഡ് എന്നാണ്, ദ പ്രബോധന വാക്യം. വേദപണ്ഡിതന്മാര് പറയുന്നത് യഹൂദ ക്രിസ്ത്യാനികളോട്, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, യഹൂദ ക്രിസ്ത്യാനികളോട് എബ്രായ ഭാഷയിൽ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച പ്രസംഗം തന്റെ ശിഷ്യനായിരുന്ന ലൂക്കോസ് തന്റെ ലാംഗ്വേജിൽ ഗ്രീക്കിൽ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം എന്നാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ഉപദേശി വന്നിട്ട് എബ്രായ ലേഖനം ലൂക്കോസ് എഴുതിയതാന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ, ഒരു കുഴപ്പമില്ലെന്നേ. പൗലോസിന്റെ പ്രസംഗം യഹൂദന്മാരോട് എബ്രായ ഭാഷയിൽ പൗലോസ് പ്രസംഗിച്ചത്, ലൂക്കോസ് തന്റെ ശൈലിയിൽ പൗലോസിന്റെ ദൈവശാസ്ത്രം, പൗലോസിന്റെ പ്രസംഗം എഴുതി വെച്ചതാണ് എബ്രായ ലേഖനം. അതുകൊണ്ടാണ് എഴുത്തുകാരൻ പറഞ്ഞത്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. സെൽഫ് ഒതന്റിക്കേറ്റഡ്. എബ്രായ ലേഖനം കിട്ടിയല്ലോ, അപ്പോസ്തലിക അധികാരം അതിനകത്തെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. കേട്ടവർ ഉറപ്പിച്ചു തന്നത്, ആദ്യം മുതൽ സാക്ഷി നിന്നവരും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായ അപ്പോസ്തലന്മാരെന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് അവിടെ എല്ലാം നമുക്ക് ആ വാക്യം, എനിക്ക് മത്തായി ഒന്നും എടുക്കാൻ സമയമില്ല. മത്തായിക്കകത്ത് നമുക്കറിയാം, മത്തായി എഴുതിയപ്പോ തന്നെ പഴയ നിയമത്തിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. നിങ്ങൾ പിന്നാലെ വായിച്ചു നോക്കിക്കോളൂ. 2 Chronicles അവസാന അധ്യായം അവസാന വാക്യവും മത്തായി സുവിശേഷം അവസാന അധ്യായം അവസാന വാക്യവും ഒരുപോലാണ് എഴുതിയേക്കുന്നത്. കാര്യം എന്നാന്ന് വേദപണ്ഡിതന്മാര് പറയുന്നത്, അല്ലെങ്കിൽ വേദവിദ്യാർത്ഥികൾ പറയുന്നത്, 2 Chronicles 2 ദിനവൃത്താന്തമാണ് സത്യത്തിൽ പഴയ നിയമത്തിലെ എബ്രായ ബൈബിളിലെ അവസാന പുസ്തകം. മത്തായി ആദ്യത്തെ പുതിയ നിയമത്തിലെ പുസ്തകമാണ്. ഇത് തമ്മിൽ എഴുതി തുടങ്ങുമ്പോൾ ഈ പഴയ നിയമത്തിന്റെ കൃത്യം കണ്ടിന്യൂവേഷൻ ആണ് മത്തായി എഴുതി തുടങ്ങുന്നത്. എങ്ങനെയാണ്? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഒരു യഹൂദൻ മലാക്കി അങ്ങോട്ട് വായിച്ചിട്ട് എടുത്ത് മത്തായി ഉറക്കുമ്പോഴേ മാത്യു ഈസ് കണ്ടിന്യൂയിങ് ഹിസ് റൈറ്റിംഗ്, അല്ലെങ്കിൽ ആ പുതിയ നിയമം കണ്ടിന്യൂ ചെയ്യുകയാണ്. അതൊക്കെ എനിക്ക് അവിടെ ഒത്തിരി കാര്യം പറയണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി നിങ്ങളെ കൺഫ്യൂസ് ആക്കാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. മത്തായിക്കകത്തും ഇതുണ്ട്. ഇനിയും ഒരു കാര്യം കൂടി എബ്രായ ലേഖനത്തിനകത്തുണ്ട്. അതുപോലെ എല്ലാ എഴുത്തിനകത്തും നമുക്ക് കാണാം. ഇനി ഒരു വാക്യം കൂടെ പെട്ടെന്ന് നോക്കാമോ? 2 Peter chapter 3 verse 2. അതിനകത്ത് വളരെ ആധികാരികമായ ഒരു വാക്യമുണ്ട്. വിശുദ്ധ 2 പത്രോസ് 3:2 വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2:4 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. വാക്യം കണ്ടോ? അങ്ങനെയെങ്കിൽ അവിടുത്തെ പ്രയോഗം, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും. അങ്ങനെയെങ്കിൽ പീറ്റർ പറയുന്നത് എന്നാ? ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സ് അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റ് അപ്പോസ്റ്റൽസ്, they are equal standard with Old Testament prophets. ഒരു വ്യത്യാസവും ഇല്ല. അപ്പോസ്തലൻ എന്നല്ല, പ്ലൂറൽ ഫോം ആണ് അപ്പോസ്റ്റൽസ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലെ എഴുത്തുകാരെ
പത്രോസ് തന്റെ 2-ാം ലേഖനത്തിൽ വിളിച്ചേക്കുകയാണ്, കർത്താവിന്റെ കൽപ്പന കൈമാറുന്നവരാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചതുപോലെ ഇവര് പുതിയ നിയമത്തിൽ കർത്താവിന്റെ കൽപ്പന അറിയിക്കുന്നവരാണ്. പീറ്റർ അതിന് സാക്ഷ്യം പറയുകയാണ്, സെൽഫ് ഒതന്റിക്കേറ്റഡ്. ഇനി വെളിപ്പാട് പുസ്തകം വായിച്ചു നിർത്താം. യോഹന്നാന്റെ 1-ാം ലേഖനത്തിനകത്തുണ്ട്, കേട്ടവർ ഞങ്ങൾ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് എന്തൊരു എഴുത്താണല്ലേ. 1 ജോൺ 1:1 അതൊക്കെ എനിക്ക് ഒരു ഹെററ്റിക്കൽ ടീച്ചിങ് ആയിട്ട് വിവരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്ന സമയമില്ല. വെളിപ്പാട് 1:1 അത് തന്റെ ദൂത മുഖാന്തരം അയച്ച തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചുരുക്കി അങ്ങ് പറയാം. എഴുത്തുകാർക്ക് അവരുടെ അധികാരത്തെ പറ്റി വളരെ കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. 4-ാം നൂറ്റാണ്ടിൽ ലഭിച്ചതാണ്, എഴുതിയതാണ്. 4-ാം നൂറ്റാണ്ടിലാണ് സുവിശേഷം ആരാ എഴുതിയെന്ന് തീരുമാനിച്ചത്. ഞങ്ങളുടെ തിരുമേനിയാണ് വെളിപ്പാട് പുസ്തകം തന്നതെന്നൊക്കെ പറയുന്നത് വചനവിരുദ്ധതയാണ്, ദൈവദൂഷണമാണ്, ബ്ലാസ്ഫെമിയാണ്. സ്ക്രിപ്ചർ ഈസ് സെൽഫ് ഒതന്റിക്കേറ്റഡ്. തിരുവഴുത്തിൽ വായിക്കുന്ന പോലെ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ആധികാരികമായിട്ടാണ് ഈ തിരുവഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എഴുത്തിൽ തന്നെ എഴുത്തുകാർക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു, അവരെഴുതുന്നത് സുവിശേഷമാണെന്നും ഈ സുവിശേഷം സകല ലോകത്തിലും പ്രസംഗിക്കപ്പെടേണ്ടതാണെന്നും ഇതിലൂടെ അല്ലാതെ മാനവജാതിക്ക് രക്ഷയില്ലെന്നുള്ള കൃത്യമായ ബോധ്യത്തോടെ സെൽഫ് ഒതന്റിക്കേറ്റഡ് സ്ക്രിപ്ചറാണ് അപ്പോസ്തോലിക മാർക്ക് എല്ലാ എഴുത്തുകാരിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവവചനമാണ് നമുക്ക് നിത്യജീവൻ നൽകുന്നത്. മാർട്ടിൻ ലൂതർ പറഞ്ഞ പോലെ ഗോ ബാക്ക് ടു സ്ക്രിപ്ചർ എന്ന് നമുക്ക് എല്ലാവരോടും പറയാം. എന്താണ് ട്രഡീഷൻ? അവരാദ്യം പ്രൊക്ലൈം ചെയ്തത് തിരുവെഴുത്തുകളാൽ സഭയുടെ അടിസ്ഥാനവും തൂണുമാകേണ്ടതിന് നമുക്ക് എഴുതി നൽകിയതിന്റെ പേരാണ് വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്ന ട്രഡീഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ തിരുവെഴുത്തിന്റെ പഠനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമാകട്ടെ, ദൈവരാജ്യത്തിനുള്ള നമ്മുടെ പ്രവർത്തനത്തിന് കൂടുതൽ ഉത്സാഹം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവതിരുനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നാളെ തമ്പുരാനെ വെച്ച് നമുക്ക് കാണാം. താങ്ക് യു.